ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് റയൽ ഗണ്ണേഴ്സിനോട് പരാജയപ്പെട്ടത്. അഗ്രിഗേറ്റിൽ 1-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ട് റയൽ UCL നിന്നും പുറത്താവുകയും ചെയ്തു. എന്നാൽ ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദ സംഭവം നടന്നിട്ടുണ്ട്. അതായത് റയൽ സൂപ്പർ താരമായ ഡാനി കാർവഹൽ ആഴ്സണലിന്റെ താരമായ ബുക്കയോ സാക്കയുമായി ഒന്ന് ഉരസിയിട്ടുണ്ട്. ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ബുക്കയോ സാക്ക ടണലിലേക്ക് പോകുന്ന സമയത്ത് ഡാനി കാർവഹൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിക്കുകയായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ ഒരു വാഗ്വാദമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇത് സോഷ്യൽ മീഡിയ ലോകത്ത് ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡയാരിയോ AS പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡാനി കാർവഹലിന് 4 മത്സരത്തിൽ വരെ ബാൻ ലഭിച്ചേക്കാം, അതല്ലെങ്കിൽ സസ്പെൻഷൻ ലഭിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സാക്കയുടെ ആ ഒരു കഴുത്തിന് പിടിച്ചത് അതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇവർ ചേർക്കുന്നുണ്ട്. അതായത് റഫറിയുടെ റിപ്പോർട്ടിൽ ഈ ഒരു സംഭവം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് യുവേഫയ്ക്ക് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. റഫറിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ റഫറിയുടെ റിപ്പോർട്ടിൽ ഇത് ഇല്ലെങ്കിൽ ഡാനി കാർവഹലിന് ഈ ഒരു ശിക്ഷയിൽ നിന്നും ഒഴിവാകാം, രക്ഷപ്പെടാം എന്നുകൂടി ഡയാരിയോ AS ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും റഫറിയുടെ റിപ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് കാർവഹലിൻ്റെ ഭാവി ഇപ്പോൾ നിലകൊള്ളുന്നത്. നമുക്കറിയാം, പരിക്ക് കാരണം ഡാനി കാർവഹൽ ഒരുപാട് കാലമായി പുറത്താണ്. അതിന് പുറമെ ഈ ഒരു സസ്പെൻഷൻ കൂടി ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹത്തിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.